ഉണ്ടോ, നിങ്ങൾ ഈ ഒരു പേഴ്സണെ എത്രത്തോളം മിസ് ചെയ്യോ അത്രത്തോളം ഈ ഒരു പേഴ്സണും മിസ് ചെയ്യുന്നുണ്ട്. ഇത് ഒരു സ്റ്റേബിൾ കണക്ഷൻ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം ഈ പേഴ്സണുണ്ട്. 2 ഓഫ് കപ്സ് എനർജിയാണ്. അതായത് നിങ്ങൾ രണ്ടുപേരും ഒരു സ്ട്രോങ് പാർട്ട്ണർഷിപ്പിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട്, നിങ്ങൾ തമ്മിൽ കൈൻഡ് ഓഫ് ഇക്വാലിറ്റി എനർജി ഉണ്ട്, നിങ്ങൾ പരസ്പരം മ്യൂച്വൽ റെസ്പെക്ട് ചെയ്യുന്നവരാണ് എന്നതാണ് കാണുന്നത്. ഒന്നുകിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം മ്യൂച്വൽ റെസ്പെക്ട് ചെയ്യുന്നുണ്ടില്ലെങ്കിൽ നിങ്ങളുടെ വില മനസ്സിലാക്കുന്ന ഒരു സോണിലായിരിക്കാം ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത്. കാരണം ഇൻ ഫ്യൂച്ചർ ഈ ഒരു പേഴ്സണെ നിങ്ങൾ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ വളരെയധികം നിങ്ങളെ റെസ്പെക്ട് ചെയ്യും, നിങ്ങളുടെ എനർജി എന്താണ് എന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കുമെന്നതാണ് ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു പേഴ്സൺ ഒരു പോസസീവ് എനർജി വരുന്നുണ്ട്, പക്ഷെ എന്നാലും അതൊരിക്കലും നിങ്ങളുടെ ഫ്രീഡത്തെ ബാധിക്കുന്ന രീതിയിലായിരിക്കില്ല എന്ന ഒരു കൈൻഡ് ഓഫ് എനർജിയുമാണ് എനിക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ബട്ട് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്, ഈ പേഴ്സൺ ആണ് പലപ്പോഴും ഇതിനകത്ത് ഡിസിഷൻ എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് എനിക്ക് തോന്നുന്നു കണ്ടോ ഗ്രോത്ത് ഉണ്ടാകണമെങ്കിൽ ഈ ഒരു പേഴ്സൺ ആണ് ഇതിനകത്ത് ഡിസിഷൻ എടുക്കേണ്ടത്. ഓക്കെ, ആൻഡ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും ദൂരെ എവിടെയെങ്കിലും പോയി നിൽക്കണം, അല്ലെങ്കിൽ ഈ കൈൻഡ് ഓഫ് എനർജി സ്പേസ് ഇല്ലാത്ത സ്ഥലത്ത് പോകണം എന്നൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് തോന്നുന്നു. അതേ കൈൻഡ് ഓഫ് എനർജി തന്നെയാണ് നിങ്ങളുടെ പേഴ്സണും കാണുന്നത്. അതായത് നിങ്ങളെയും കൂട്ടി ദൂരെ എവിടെയെങ്കിലും പോകണം, അതായത് പരസ്പരം നിങ്ങളെ അറിയാത്ത ആൾക്കാരുടെ ഇടയിലേക്ക് പോകണം, അവിടെയാണ് ഫ്രീഡം ഉള്ളത്. അല്ലെങ്കിൽ ഒരു പറ്റം നിങ്ങളെ അറിയുന്ന ആൾക്കാരുടെ കൂടെ നിന്നാൽ എപ്പോഴും വഴക്കും പ്രശ്നവും ആവശ്യമില്ലാത്ത കാര്യത്തിൽ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞുള്ള വഴക്കും വിദ്വേഷവും മാനിപ്പുലേഷനും കേൾക്കേണ്ടി വരും എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. ഇമോഷണൽ ആയി ഈ ഒരു പേഴ്സൺ ഡിസിഷൻ എടുത്താൽ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് പാളിപ്പോകും. മേ ബി മദർ എനർജിയോ ഫാദർ എനർജിയോ ഒക്കെ ആയിരിക്കാം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അപ്പൊ ഇമോഷണൽ ആയ ഒരു ഡിസിഷൻ എടുത്താൽ ഈ റിലേഷൻഷിപ്പ് തള്ളിപ്പോകും എന്നൊരു എനർജി ഉള്ളത് കൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ അമിതമായിട്ട് ഇമോഷണൽ എനർജി ഇടാനോ സങ്കടപ്പെടാനോ വിഷമിക്കാനോ അല്ലെങ്കിൽ ഇത് കിട്ടിയില്ലെങ്കിൽ എന്താകും എന്നതിനെ കുറിച്ച് ആലോചിക്കാനോ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മുതിരുന്നില്ല. കാരണം അത് വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള എനർജിയിലാണ് നിൽക്കുന്നത്. പക്ഷെ ഈ പേഴ്സൺ ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ നീയുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, എന്റെ ജീവിത അവസാനം വരേക്കും നിന്റെ കൂടെ ഞാൻ ഉണ്ടാകും. നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാകാം, നമ്മുടെ പ്രശ്നം ഉണ്ടാകാം, തല്ലുണ്ടാകാം, വഴക്കുണ്ടാകാം, നമ്മൾ ബ്ലോക്ക് ചെയ്തേക്കാം, എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു പേഴ്സന്റെ എനർജി അനുസരിച്ച് ഞാനുണ്ട് നിന്റെ കൂടെ, എപ്പോഴും ഞാൻ തന്നെയാണ് നിന്റെ കൂടെ തണലായും താങ്ങായും നിന്നിട്ടുള്ളത്, ഇനി ഭാവിയിലും ഞാൻ തന്നെ നിൽക്കുള്ളൂ. ഓക്കെ, നിനക്ക് എത്ര തന്നെ എന്നോട് ദേഷ്യം പിടിക്കാം, നീ എത്ര തന്നെ എന്നെ ബ്ലോക്ക് ചെയ്താലും സ്റ്റിൽ ഞാൻ നിനക്ക് അവിടെ തന്നെ ഉണ്ട്. വൈസ് വേഴ്സ, ചിലപ്പോൾ ഇത് നിങ്ങളുടെ തോട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ തോട്ടായിരിക്കും, ബട്ട് നിങ്ങൾ രണ്ടുപേരും മിറർ ചെയ്യുന്ന എനർജിയിലാണ്. നിങ്ങൾക്ക് രണ്ടാൾക്കും പരസ്പരം ഇഷ്ടമാണ്. ആൻഡ് ഈ ഒരു റിലേഷൻഷിപ്പിനെ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ആസ്പെക്ട് കൊണ്ടുവരാൻ തീർച്ചയായിട്ടും നിങ്ങളെ കൊണ്ട് സാധിക്കും. അതിനുള്ള വഴി യൂണിവേഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരും എന്ന കൈൻഡ് ഓഫ് എനർജിയാണ് കാണുന്നത്.